വാഗമണ്ണിന് ഇതിനു മുൻപ് ഒരു 10-20 തവണയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും വാഗമൺ ഒരു അത്ഭുതമായി തോന്നിയത് ഇത്തവണ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോയപ്പോഴാണ്. ഓഫീസിലുള്ള എല്ലാ ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ഇവരെല്ലാവരും ആണ് കേട്ടോ. സംഭവം നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ കാര്യമായിട്ട് ടോപ്പിലെത്തി. ഇവിടെ നിന്ന് ബ്ലാക്ക് പാന്തറിനെയൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്തപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ അനന്ത് സാറ് പറഞ്ഞു, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓരോ ഉപ്പിലിട്ടതായാലോ. അങ്ങനെ അനന്ത് സാറിൻ്റെ വക എല്ലാവർക്കും ഉപ്പിലിട്ടത്. ഇതാണ് അനന്ത് സാറ്. അനന്ത് സാറിൻ്റെ കയ്യിൽ നിന്ന് ഉപ്പിലിട്ടത് അടിച്ചു മാറ്റുന്നത് ഞങ്ങളുടെ അതുല്യ. അങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യെ കാര്യാടിൻ്റെ വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ പോയത് ബോട്ടിങ്ങിനാണ്. നമ്മുടെ ടീ ലേക്കിൽ, വാഗമണ്ണിലുള്ള ടീ ലേക്കിലേക്കാണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കാണുന്ന ബിൽഡിങ്ങിൽ പോയിട്ട് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. ടിക്കറ്റ് ഓരോന്നിനും വ്യത്യാസമുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അഖില കണ്ണാടി വെച്ചു, കൂളിംഗ് ഗ്ലാസ് വെച്ചു എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒട്ടും സഹിച്ചില്ല. അതുല്യം കൂളിംഗ് ഗ്ലാസ് വെച്ചു. പവർ ഒട്ടും കുറയ്ക്കണ്ട. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞ് വിഷ്ണു എന്ത് ചെയ്തു, അവിടെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു. കിഴക്കോട്ട് വണ്ടി പോകാൻ പാടില്ല, പാലത്തിൻ്റെ അടിയിൽ കൂടെ വണ്ടി പോകാൻ പാടില്ല, അമ്പലപ്പൊയ്യയുടെ അടുത്തേക്ക് വണ്ടി പോകാൻ പാടില്ല, ഇതൊക്കെ വായിച്ച് പഠിച്ചെങ്കിലും വഞ്ചി അല്ലെങ്കിൽ ബോട്ടിന് ഇഷ്ടമുള്ള വഴിക്കല്ലേ പോകുള്ളൂ. ഒരു സെക്കൻഡ് നോക്കൂ ഗൈസ്, വഞ്ചിയൊക്കെ തുഴഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെയുള്ള ഒരു കുഞ്ഞു പാലത്തിൽ കൂടെ കയറി അക്കരയ്ക്ക് ഒന്ന് നടക്കാനായിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ അതുല്യ പറഞ്ഞു നമുക്കൊരു സ്ലോ മോഷൻ വേണം. അങ്ങനെ ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ് ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ലോ മോഷനാണ്, ഇപ്പോൾ സ്ലോ മോഷൻ കാണിക്കാം. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി അതുല്യയുടെ വക ഒരു സ്ലോ മോഷൻ സെറ്റ്. അടുത്തത് ഇങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞ് ഓരോ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്നു. ഫോട്ടോ സെഷൻ. മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു ഞങ്ങളുടെ സ്വന്തം അഖിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു വ്യൂ ആണ്. അവിടെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ആടി തൂങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മെഡോസിലേക്കാണ്. മെഡോസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാവരും പട്ടം പറത്താനുള്ള പ്ലാനിലാണ്. ഞാൻ വാഗമണ്ണിൽ 20 തവണയെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ പട്ടം പറത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും എല്ലാവരും കൂടി പട്ടം പറത്താൻ തീരുമാനിച്ചു. അങ്ങനെ പട്ടം പറത്താനായിട്ട് പലതവണ പരിശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. കൂട്ടത്തിലുള്ള വിദഗ്ധർ കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ കാറ്റിൻ്റെ ദിശയൊക്കെ മനസ്സിലാക്കി അഭിനവ് പട്ടം പറത്താനുള്ള പദ്ധതിയിലാണ്. അവിടെ അഭിനവും ധ്രുപദും, ഇവിടെ അനന്തവും പ്രണവും, അപ്പുറത്ത് അതുല്യയും അഖിൽമോനും എല്ലാവരും കൂടെ പട്ടം പറത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പട്ടമൊക്കെ സെറ്റാണ്. ആദ്യം പറന്നുയരാൻ പോകുന്നത് നമ്മുടെ അനന്ത് സാറിൻ്റെ പട്ടമാണ്. അനന്ത് സാറ് പട്ടം പറത്തിയിട്ടില്ല. പട്ടം ഇങ്ങനെ അതിൻ്റെ ട്വൈനൊക്കെ ഇങ്ങനെ ഒന്ന് ലൂസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പട്ടം പറത്താനായിട്ട് എല്ലാവരും തയ്യാറെടുത്തു. അങ്ങനെ എയറോഡൈനാമിക്സ് ശരിയല്ലാത്തതിൻ്റെ പേരിൽ 2 പരുന്തിൻ്റെ പട്ടങ്ങളെ മേടിച്ചെങ്കിലും അത് 2 വർക്ക് ചെയ്തില്ല. ആകെ വർക്ക് ചെയ്തത് അനന്ത് പറത്തുന്ന ഈ ഒരു പട്ടം മാത്രമാണ്. അപ്പോൾ പട്ടം മേടിക്കാനായിട്ട് നോക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. പരുന്തിൻ്റെ എയറോഡൈനാമിക്സ് ശരിയല്ല, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, കറക്റ്റായിട്ട് പറക്കില്ല. അങ്ങനെ പട്ടം പറത്തൽ. എയറോഡൈനാമിക്സ് നോക്കി പട്ടം ഇത്രേ പറന്നുള്ളൂ, പരുന്തിൻ്റെ പട്ടം ഇത്രേ പറന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും പട്ടം പറത്തലും മഡൗസിൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ട് കുറേ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ പോകാൻ വന്നു. ഇതൊക്കെ മെഡോസാണ് കേട്ടോ. മെഡോസിൻ്റെ വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളിനി പയ്യെ ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോവുകയാണ്. വാഗമണ്ണിൽ ഇതിനു മുൻപ് ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ സ്റ്റേ ചെയ്യുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു കേട്ടോ. അങ്ങനെ രാത്രിയിൽ കുറച്ച് ഗ്രില്ലും പരിപാടികളൊക്കെ ആയിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ പൈൻ ഫോറസ്റ്റിലേക്കാണ്. കൂട്ടത്തിലുണ്ടായിരുന്ന അഫ്രോസ ഇതിനു മുൻപ് വാഗമണ്ണിൽ വന്നിട്ടുണ്ടെങ്കിലും പൈൻ ഫോറസ്റ്റിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. പൈൻ ഫോറസ്റ്റിൽ ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. ചിലർക്കൊന്നും അറിയില്ലായിരിക്കും. പൈൻ ഫോറസ്റ്റിൽ ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം. അങ്ങനെ എല്ലാവരും കൂടെ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് കയറി. കൂട്ടത്തിലുള്ള കുഞ്ഞു കുട്ടികൾ 2 പേരും കൂടെ നിന്ന് ബബിൾസ് ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. സീ ദി മാജിക്, അങ്ങനെ വിഷ്ണു എപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസാണ് സീ ദി മാജിക്. അങ്ങനെ
എല്ലാവരും മെഡോസിൻ്റെ എല്ലാ പൈൻ ഫോറസ്റ്റിലാണ്, മറന്നു പോകരുത്. നമ്മളെല്ലാവരും പൈൻ ഫോറസ്റ്റ് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് നേരെ റിട്ടേൺ അടിക്കാനുള്ള പദ്ധതിയാണ്. അപ്പം ഞങ്ങൾ നമ്മുടെ പുള്ളിക്കാനം റൂട്ടിലേക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാനം റൂട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയി ബൈക്കുകാരെയൊക്കെ ഇങ്ങനെ കണ്ട് കോടമഞ്ഞൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ആക്ച്വലി. ഇവിടെ എത്തിയപ്പം ഭയങ്കര കോട കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടൊരു ചേട്ടനോട് കയ്യും കാലും ഒക്കെ പിടിച്ച് ഞങ്ങൾ അവരുടെ ഹോം സ്റ്റേ വരെ ഒന്ന് പോയി. ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് ആ ഒരു സ്റ്റേയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും ഇപ്പോൾ കാണത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ പോലത്തെ ഒരു വ്യൂ ആയിരുന്നു. ഇത്രയും നടക്കുന്നത് അഫ്രോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഷൂട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്ന ഒരു വ്യൂ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.